ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു പത്തിരിയാണ്. പത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പത്തിരി തന്നെയാണ് കേട്ടോ. അതായത് പനംപൊടിയുടെ പത്തിരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് പനംപൊടി ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് തേങ്ങ മിക്സ് ചെയ്യാൻ നന്നായിട്ട്. പത്തിരി ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ പത്തിരി ഉണ്ടാക്കാനല്ല പ്രയാസം, അതിൻ്റെ പൊടി ഉണ്ടാക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം. അത് പിന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുപോലെ ഇതുപോലെ നന്നായിട്ട് ഉപ്പിട്ടിട്ട് തേങ്ങയും പനംപൊടിയും ചേർത്ത് കുഴയ്ക്കുക. നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കും പോലെ ആവശ്യത്തിന് വെള്ളവും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അങ്ങനെ കുഴച്ച് അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് നമ്മളെ ഡോ അല്ലെങ്കിൽ മാവ് ഇങ്ങനെ സെറ്റാക്കി വെക്കുക. ഇതിങ്ങനെ സെറ്റാക്കി വെച്ച് ഉരുട്ടി വെക്കുക. എന്നിട്ട് ഒരു വാഴേൻ്റെ ഇല എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിൻ്റെ മേലെ. എന്നിട്ട് നമുക്ക് പത്തിരിക്ക് ആവശ്യമായ വലുപ്പത്തിൽ കുറച്ച് മാവെടുത്ത് കുഴച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ സാധാരണ പത്തിരി പരത്തും പോലെ പരത്തുക. അങ്ങനെ നമ്മൾ കൈകൊണ്ടാണ് നന്നായിട്ട് പരത്തി ഒരു ഷേപ്പ് പോലെ ഏകദേശമാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടിയിട്ടും ഇത് ഏകദേശം ഈ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് സാധാരണ നമ്മളൊരു പാനിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക. മറച്ചിടുക, തിരിച്ചിടുക. പത്തിരി ചുടുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കായതിന് ശേഷം ഒരു നല്ലൊരു അടിപൊളി പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സുലഭമായ സാധനമായിരുന്നു. ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴും ഇതുണ്ട്. ഇതാണ് റെഡിയാക്കി വെച്ച സാധനം. ഇത് അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ ഒരു കട്ടൻ ചായക്കൊക്കെ കൂട്ടിയിട്ട് വല്ലപ്പോഴൊക്കെ കഴിക്കാൻ നല്ല രസമാണ്.